പാകിസ്ഥാന്റെ ദോസ്ത് ഞങ്ങളുടെയും ദോസ്ത്. ആയുധ വിൽപ്പന മുഖ്യം ബിഗിലെ. ഇത് ഞാൻ പറഞ്ഞതല്ല, അമേരിക്കയുടെ മനസ്സിലിരിപ്പാണ്. യുദ്ധങ്ങളുടെ രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ പല യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും കാരണം വിശദമായൊന്ന് പരിശോധിച്ചാൽ അതിന് പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന സാമ്പത്തിക കാരണം മനസ്സിലാകും. അതെന്താണെന്നല്ലേ? സിമ്പിൾ ലോജിക്കാണ്. ആയുധ നിർമ്മാണം നടത്തുന്ന രാജ്യങ്ങൾക്ക് നല്ല കച്ചവടം നടക്കണം. ശവപ്പെട്ടി വിൽക്കുന്നയാൾ ഒരിക്കലും മരണം നടക്കരുതെന്ന് പ്രാർത്ഥിക്കില്ലല്ലോ. അതുപോലെ ആയുധമുണ്ടാക്കി വെച്ചിട്ട് യുദ്ധമുണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രം വിട്ടികളല്ലല്ലോ ആയുധ നിർമ്മാതാക്കൾ. അതിലൊന്നാണ് തുർക്കിക്ക് $304 മില്യൺ ആയുധങ്ങൾ വിൽക്കുമെന്ന അമേരിക്കൻ തീരുമാനം. അത്യാധുനിക എയർ ടു എയർ മിസൈലുകളും അനുബന്ധ സംവിധാനങ്ങളും നൽകാൻ അനുമതിയായി. ഇനി അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരം കൂടി മതിയാകും കരാർ പൂർത്തിയാക്കാൻ. നേറ്റോയിൽ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ കരാർ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. നേറ്റോയുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനായി തുർക്കിയിലെത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തിയത്. തുർക്കി ആവശ്യപ്പെട്ടത് 53 AIM-120 MF-8 അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലുകളും ബ്ലോക്ക് 2 മിസൈലുകളുമാണെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു. മിസൈലുകൾ മാത്രമല്ല കേട്ടോ, ഗൈഡൻസ് സംവിധാനങ്ങൾ, ലോജിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം സപ്പോർട്ട്, സ്പെയർ പാർട്ടുകൾ, ആക്സസറികൾ, ടെക്നിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് സേവനങ്ങൾ എന്നിവയും കരാറിന്റെ ഭാഗമാണ്. പുത്തൻ ആയുധങ്ങൾ തുർക്കിയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കരുത്തുകൂട്ടുമെന്നാണ് വിലയിരുത്തൽ. എന്തായിരിക്കും തുർക്കിയുടെ വിശാല ലക്ഷ്യം? 2019 റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങിയതിന് പിണങ്ങി F-35 വിമാന ക്ലബിൽ നിന്ന് തങ്ങളെ വെട്ടിയ അമേരിക്കയിൽ നിന്ന് വീണ്ടും F-35 വാങ്ങുക. നിലവിലെ കുഞ്ഞു കശപിശകൾ ഒഴിവാക്കാൻ ട്രംപിനെ നേരിട്ട് കാണാനും തയ്യാറാണ് താനെന്ന് തുർക്കി പ്രസിഡന്റ് രജബ് എർദോഗൻ പറയുകയും ചെയ്തു. ഇനി ഇന്ത്യക്ക് എന്തിനാണ് ആശങ്ക? അമേരിക്കയും തുർക്കിയും തമ്മിലുള്ള ചങ്ങാത്തമങ്ങ് പുഷ്കലമാകുന്നത് ഇന്ത്യക്ക് ആശങ്കയാകുന്നുണ്ട്. പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചു വന്ന ഒരേ ഒരു രാജ്യം തുർക്കിയായിരുന്നു. അവർക്ക് നിർലോഭം അമേരിക്ക ആയുധങ്ങൾ നൽകുന്നതാണ് ഇന്ത്യയുടെ പ്രശ്നം. വാൽകഷ്ണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വ്യക്തിതലത്തിലായാലും രാജ്യങ്ങൾ തമ്മിലായാലുമുള്ള വഴക്കുകൾക്ക് പിന്നിൽ പണമാണ് മുഖ്യം ബിഗിലെ എന്ന് പറയേണ്ടി വരും.